അയോധ്യയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അയോധ്യ സംഭാവന തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ ശ്രീരാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഫണ്ട് മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിനായുള്ള നടപടികൾക്ക് ഒരുങ്ങുന്നു എന്നതാണ് വാർത്ത. ട്രസ്റ്റിന്റെ ബൈലോ ഭേദഗതിയും പരിഗണനയിലുണ്ട് എന്നാണ് കിട്ടുന്ന വിവരം. ഒരു സിഇഒയെ നിയമിക്കാൻ അനുമതി നൽകുന്നതിനായാണ് ബൈലോ ഭേദഗതി ചെയ്യാൻ നീക്കം നടത്തുന്നത്. ശബരിമലയിലും സമാനമായ തട്ടിപ്പ് നടന്നു. കട്ടളപ്പാളി വരെ ഇളക്കിക്കൊണ്ടുപോയി. ശബരിമല ശ്രീ ധർമ്മശാസ്താവ് മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. ദൈവാധീനം, ഭഗവാൻ തന്നെ രക്ഷിച്ചു എന്ന് പറയാം. പക്ഷേ ഒരു നടപടിയും എടുക്കാത്ത സർക്കാരുകളാണ് പിണറായി വിജയൻ സർക്കാരും പിന്നീട് വന്ന വി.ഡി. സതീശൻ സർക്കാരും. പക്ഷേ അയോധ്യയിൽ ഈ പണം തട്ടി, കാണിക്കപ്പണം തട്ടി എന്ന ആരോപണം ഉയർന്ന മാത്രയിൽ അവിടുത്തെ പൂർണ്ണമായ ആ സമിതി രാജിവെച്ചൊഴിഞ്ഞു. 8 പേരെ അറസ്റ്റ് ചെയ്ത് ഇരുമ്പഴിക്കുള്ളിലാക്കി. പോയ പണം മുഴുവൻ റിക്കവർ ചെയ്തു. കണക്കുകൾ മുഴുവൻ പുറത്തുവിട്ടു. ഏറ്റവും ഒടുവിൽ ഇതാ ഒരു സിഇഒയെ കൂടി നിയമിക്കാനും പോകുന്നു. ഇത്രയും സുതാര്യമായി യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന സംസ്ഥാനത്തല്ലാതെ മറ്റെങ്ങും നടക്കില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ആ വാർത്തയിലേക്ക് പോയി വരാം. ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നതിലൂടെ മേൽനോട്ട ചുമതലകൾ വ്യക്തമായി നിർവചിക്കാൻ അനുവദിക്കുന്ന രീതിയിൽ ശ്രീരാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യപ്പെടുമെന്നാണ് വിവരം. ട്രസ്റ്റിന്റെ നിലവിലുള്ള ബാങ്കിംഗ് ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തുന്ന കാര്യവും പരിഗണനയിലുണ്ട്. ട്രസ്റ്റിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ എന്നീ ബാങ്കുകളിൽ അക്കൗണ്ടുകളുണ്ട്. ട്രസ്റ്റിന്റെ ഖജാൻജിയായ ഗോവിന്ദ് ദേവ്ഗിരി 2020 ഫെബ്രുവരിയിൽ ട്രസ്റ്റ് രൂപീകരിച്ചപ്പോൾ അതിന്റെ ബൈലോ തയ്യാറാക്കിയ ട്രസ്റ്റി കൂടിയായ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കെ പരാശരനുമായി ബൈലോ ഭേദഗതികളെക്കുറിച്ച് ചർച്ച നടത്തിയതായാണ് വിവരം. പണമെണ്ണൽ സംവിധാനത്തിൽ ഗുരുതരമായ നടപടിക്രമ വീഴ്ചകൾ SITയുടെ പ്രാഥമിക കണ്ടെത്തലുകളിൽ വ്യക്തമായതിനെ തുടർന്ന് ട്രസ്റ്റ് അതിന്റെ ഭരണപരവും സാമ്പത്തികവുമായ ചട്ടക്കൂട് കർശനമായി പരിശോധിക്കുകയാണ്. ഉത്തരവാദിത്വം ശക്തിപ്പെടുത്തുക, മേൽനോട്ടം കർശനമാക്കുക, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്നതിലാണ് ഇതിലൂടെ ട്രസ്റ്റ് ലക്ഷ്യമിടുന്നത്. ട്രസ്റ്റിന്റെ രേഖയിൽ സിഇഒയെ നിയമിക്കുന്നതിന് വ്യവസ്ഥയില്ല. എന്നാൽ സ്റ്റാഫ് അംഗങ്ങളെ നിയമിക്കാൻ അനുമതിയുണ്ട്. പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഖജാൻജി എന്നിവരെ കൂടാതെ മറ്റ് ട്രസ്റ്റ് അംഗങ്ങൾക്ക് പ്രത്യേക ചുമതലകളൊന്നും അതിൽ നിർവചിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ബൈലോ ഭേദഗതിക്ക് ഒരുങ്ങുന്നത്. ജൂലൈ 22-ന് അയോധ്യയിൽ നടക്കുന്ന ട്രസ്റ്റിന്റെ അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ബൈലോ ഭേദഗതിക്കൊപ്പം ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥാനങ്ങളിലേക്കുള്ള പുതിയ ട്രസ്റ്റികളുടെ പേരുകളും അവതരിപ്പിച്ചേക്കും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ കണ്ടെത്താൻ ഒരു സമിതിക്ക് രൂപം നൽകിയതായും ചില പേരുകൾ പരിഗണിക്കുന്നതായും വിവരമുണ്ട്. ജനം, ഡൽഹി.